ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ നല്ല പ്രേതം മൂടില്ലേ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ നാളെ നമ്മൾ വാഗമൺ ട്രിപ്പ് പോവാണ്. നമ്മൾ ബാഗ് ടൈ ചെയ്യാൻ പോകുന്നത്. ബാഗ് വെച്ചിട്ട് ഇത് ടോപ്പിൽ ആ രണ്ട് സ്ഥലത്ത് കവർ ചെയ്ത് വെക്കും. ഗുഡ് മോർണിംഗ് ഗൈസ്, ഓൾ സെറ്റ്, എല്ലാം പാക്ക് ചെയ്തു. ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ടൈമായി. ഇപ്പം 6:10. ട്രിപ്പ് പോകണമാണ് ഗൈസ്. ചുമ്മാ ഒന്ന് പോയി നോക്കാം. നമ്മളിപ്പം ഏതാണ്ട് ഒരു 40 കിലോമീറ്റർ കഴിഞ്ഞു. 40 കിലോമീറ്റർ അടുത്തായി. ഇതാണ് പുതുപ്പള്ളി, ഉമ്മൻചാണ്ടിയെ അടക്കം ചെയ്ത പള്ളി, പുതുപ്പള്ളി. ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടി. നമ്മൾ മണർകാട് ഒരു കടയിൽ കയറി. നല്ല കിടിലം മഞ്ഞ് കാണാമെന്ന് തോന്നുന്നു. അതല്ലേ, ഓഗസ്റ്റിൽ ഇത്ര മഞ്ഞാണ്. ഇപ്പൊ ഡിസംബറിലൊക്കെ എന്തായിരിക്കും? മൂടി, ഓൾമോസ്റ്റ് മൂടി. ഇപ്പൊ ടൈം വേണ്ട, കറക്റ്റ് 9:33 ആയതുകൊണ്ട് 9:33ക്ക് ഇത്രയും മഞ്ഞ്. കിടിലം ക്ലൈമറ്റ് ഗൈസ്. ഒന്നാമത്തെ കാര്യം, ട്യൂസ്ഡേ ആണ്, ഒറ്റ മനുഷ്യൻ ഇവിടെ ഇല്ല. അതാണ് ഏറ്റവും ബ്യൂട്ടി. kilometers to our destination. നമ്മൾ വരുന്ന വഴി ഇവിടെ KPM ടൂറിസ്റ്റ് വില്ലേജ് ഒന്നുമില്ല. ഇവിടെ ഒരു കോഴിക്കാർപ്പ്, അതുപോലെ ഫിഷിന്റെ എന്തൊക്കെയോ കുറെ പലതരം ഫിഷൊക്കെ ഉള്ള സ്ഥലമെന്ന് പറഞ്ഞു. ഇവിടെ എങ്ങും ആളില്ല. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ടൂറിസ്റ്റ് ഇപ്പം വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഓണം ടൈം ആയതുകൊണ്ടായിരിക്കും. നോർമലി അങ്ങനെയാണ്, ഓണം ടൈം ആകുമ്പം ടൂറിസ്റ്റ് ആ ഒരു ടൈമിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറയും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ചെല്ലുന്നിടത്തൊക്കെ ഞാനും 1-2 പേരെ കാണുന്നുള്ളൂ. സ്റ്റേയിലും അവർ വിളിച്ചപ്പോൾ പറഞ്ഞു സാറ് മാത്രമേ ഉള്ളെന്നാ പറഞ്ഞതെന്ന്. അതാണ് വിറ്റ്. അപ്പം ഒരു ഫുള്ള് ടെൻറ്റ്, ഒരു ഫുൾ ടെൻറ്റ് മീൻസ് അവിടെ 10-15 ടെൻ്റ് ഉണ്ട്. അപ്പോൾ അത് മൊത്തം നമുക്ക് ഒരാൾക്ക് മാത്രം കിട്ടുമെന്ന് തോന്നുന്നു. ഗേറ്റ് പാസേ ഉള്ളൂ. വർക്ക് നടക്കുന്നതേ ഉള്ളതെന്ന് തോന്നുന്നു. ഇപ്പൊ എന്തോ പണിഞ്ഞതാ. കൊള്ളാം, അവിടെ സംഭവം കൊള്ളാം. 50 രൂപയ്ക്ക് ലാഭം. നൈസ് സ്പോട്ട്. ഈ പരിപാടി കൊള്ളാം ഗൈസ്, ഇഷ്ടപ്പെട്ടു. പുറത്തൊക്കെ ഉള്ള പോലെ വാഗമണ്ണിൽ ഇങ്ങനൊരു സംഭവം ആദ്യ അനുഭവമാണ്. കൊള്ളാം, ഐ ലൈക്ക് ഇറ്റ്. ചെറിയ പരിപാടിയാണ്, പക്ഷെ റിസ്ക് ആണോ? ആ വ്യൂ കണ്ടോ? ഇത് നാച്ചുറൽ മൗണ്ടൻ അല്ലേ ഇത്? അതിനകത്ത്, അല്ലെങ്കിൽ കോർ ചെയ്യാൻ തോന്നുന്നു അല്ലേ, അതിനകത്ത് ഇങ്ങനൊരു സംഭവം ബിൽഡ് ചെയ്തു. അതിൻ്റെ ബാക്കി വർക്ക് നടക്കുന്നു. ഇവിടെ ബോട്ടിംഗ് ഉണ്ടോ? കണ്ടോ? ഒന്നും സ്റ്റാർട്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ഗുഡ് ഇനിഷ്യേറ്റീവ്. ചേട്ടൻ തൂക്കുകയാണ് ഗൈസ്. ചേട്ടൻ നമ്മുടെ കമ്പനിയായി ഗൈസ്. ചേട്ടൻ മാവേലിക്കരയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. സ്ഥലപ്പേര് ആലോചിക്കണ്ട ഇനി. സ്ഥലപ്പേര് ഇനി ആലോചിക്കണോ? ആ അതെ, കൊള്ളാം കേട്ടോ. ഇത് 2 വർഷമായി കേട്ടോ. ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു 2 വർഷമായി. അവിടെ നല്ല ഫുഡൊക്കെ ഉണ്ട്. ഫുഡ് കോർട്ടാണത്. ആ പുള്ളി ഇരിക്കുന്നത്.
നല്ല ശാന്തമായിട്ടുള്ള ക്ലൈമറ്റും ശാന്തമായിട്ടുള്ള സ്ഥലവും. പിന്നൊരു കാര്യം, നമ്മൾ മാത്രം ഉള്ളതുകൊണ്ടായിരിക്കും ഇത്രയും ശാന്തത. ആള് കൂടുമ്പോഴാണ് അലമ്പാവുന്നത്. അപ്പം ഓണം ടൈമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ആള് കൂടും. എനിക്ക് തോന്നുന്നു ഈ ടൈമിലൊക്കെ വരുന്നതാണ് ബെറ്റർ. ഈ ടൈമൊക്കെ ആണെങ്കിൽ സ്ഥലങ്ങളും എൻജോയ് ചെയ്യാം, ആളുകളും കാണത്തില്ല. മറ്റേത് ഫുള്ള് ഓവർ ക്രൗഡായിട്ട് നമുക്ക് എന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കൊള്ളാം ഈ ടൈം. ഇതുപോലെ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക്, ഇവർക്ക് ലാഭം ആൾ വരുമ്പോഴായിരിക്കും, പക്ഷെ നമുക്ക് ഒരുപാട് ആളില്ലാത്തപ്പോഴാണ് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നൈസായിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് വന്നതിൻ്റെ മടുപ്പുണ്ട്. പിന്നെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ കൊള്ളാം. ഒറ്റയ്ക്ക് വന്നുകൊണ്ട് മാക്സിമം ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേനും നമ്മൾ വേറെ വണ്ടികളൊന്നും പുറകിലും ഫ്രണ്ടിലും ഒന്നും കാണാത്തപ്പോൾ ഒരു അഡ്വഞ്ചർ ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഞാൻ ഏതൊക്കെ റൂട്ട് വഴിയാണ് കയറിപ്പോയത്. അതിൻ്റെ ഇടയ്ക്ക് ഫോണ് സ്വിച്ച് ഓഫായി, നല്ല മഴ വന്നു. അതതിന് ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു, ഇടയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനൊരു കടയിൽ കയറി ആ ആളുമായിട്ട് പിന്നെ കുറേ നേരം സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ ഇവിടുത്തെ കാര്യങ്ങളും, അയാളാണ് ഈ ഒരു KPMൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് ഇവിടെ ഉണ്ടെന്ന്. അപ്പം നമുക്കിനി ഇവിടുന്ന് നോക്കട്ടെ, ഫുഡും കൂടെ കഴിച്ചിട്ട് പോവാം. ഇപ്പം 11:30 എന്തോ ആയുള്ളൂ. ഫുഡ് കൂടെ കഴിച്ചിട്ട് റൂമിലോട്ട് പോവാം, ടെൻറ്റിലോട്ട് പോവാം. ഓക്കെ. നല്ല മഴയായി ഗൈസ്. അപ്പം ഇനി അങ്ങോട്ട് നടന്നു പോകാനും പറ്റൂല. ഇവിടുന്ന് ഇവിടെ വരെ നടന്നു പോകുമ്പോഴത്തേനും ഫുള്ളും നനയും. അപ്പം നമ്മൾ പെട്ടു. നമുക്ക് കുറച്ച് അരയന്നത്തിനെ ആസ്വദിച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെ, ഇതിനൊരു ബോറടി ഇല്ലാത്തൊരു ജീവിയല്ല. ഇത് ഇങ്ങനെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പാവം. ഒരു സെയിം റൂട്ടിൽ കൂടെ എങ്ങനെ ഇത്രയും നാൾ പൊക്കോണ്ടിരിക്കില്ലേ. പക്ഷെ കൊള്ളാം, രസമുണ്ട്. പുലി വല്ലതും ഉണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ വാഗമണ്ണും കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 10-15 കിലോമീറ്റർ വരണം. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കട്ടപ്പനയ്ക്ക് അടുത്താണെന്നാണ് പറഞ്ഞത്. ആ ഒരു ടെൻറ്റും അത് കഴിയുമ്പോഴാണ്. ഞാൻ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ആ സ്ഥലത്തിൻ്റെ പേരും ടെൻറ്റ് ലൈഫ് എന്നാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ടെൻറ്റ് ലൈഫ് എന്ന് അടിക്കുമ്പോൾ അതാ വരുന്നത്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാലേ അറിയാം. അപ്പം ഇനിയും ബാക്കി ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. നമ്മൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും കാണിക്കാം. ഞാനാണ് കപ്പിൾ ടെൻ്റാണ് കൈസ് എടുത്തേക്കുന്നത്, കപ്പിൾ ടെൻറ്റ്. ഞാൻ കപ്പിളല്ലാതെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് കപ്പിൾ ടെൻറ്റ് എൻജോയ് ചെയ്യാൻ പോവാണ്. സിംഗിൾ ടെൻ്റാക്കി കപ്പിൾ ടെൻറ്റ്. നമുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല. യെസ് ഗൈസ്, നല്ല ചെറിയ മഴയും. ഇതിനകത്ത് മീനുണ്ട്, ഇഷ്ടംപോലെ മീനുണ്ട്. ഇതിടാൻ പറ്റുമോ? ഇടാനോ? ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഗൈസ്. കൊള്ളാം, അത് കൊള്ളാം. കൊള്ളാം ഗൈസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫിഷ് സ്പാ. പക്ഷെ കൈയിടാൻ അവർ പറഞ്ഞു, കൈ ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ വന്ന് എന്തോ അത് ചെയ്യും. കൈയിടാൻ ഒരു പേടിയാണ്, അതിൻ്റെ വാ കാണുമ്പോൾ ഒരു പേടി. നമുക്ക് തീറ്റ മതി, തീറ്റ ഇട്ട് കൊടുക്കാം. ഇതെന്ത് ഫിഷാ? കോഴിക്കാർപ്പാണോ? കോഴിക്കാർപ്പാണെന്നാണ് തോന്നുന്നത്. എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവർ ചോദിച്ചു അതിൻ്റെ ഓണറാണോ അതോ മാനേജറാണോ എന്ന് പറഞ്ഞുകൂടാ, യൂട്യൂബറാണോ. ഞാൻ പറഞ്ഞേ യൂട്യൂബറല്ല, യൂട്യൂബർ ആവും. ജസ്റ്റ് അവരെന്തോ വീഡിയോ എല്ലാം ചെയ്യിപ്പിക്കാനായിരിക്കും. ഞാൻ പറഞ്ഞല്ലെന്ന് പറഞ്ഞു. അല്ലല്ലോ നമ്മൾ. അപ്പം ഇതിൽ സംഭവം കൊള്ളാം. ആ ഒരു ബോട്ടിങ്ങിന് 100 രൂപയുള്ളൂ. അതിപ്പോൾ നിങ്ങൾ ഒരാൾ വന്നാലും അവർ 100 രൂപയ്ക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഞാനിപ്പോൾ കയറിയത് അങ്ങനെ. പിന്നെ അതുപോലെ ഫുഡ് ഞാൻ അവിടെ നിന്ന് കഴിക്കാൻ പോയതാണ്, പക്ഷെ അവിടെ ലൈവ് മാത്രമേ ഉള്ളൂ. അതും മീൽസും ബിരിയാണി അങ്ങനത്തെ ഒന്നും ഇല്ല. ഇപ്പം ഫിഷിൻ്റെ, അപ്പോൾ എനിക്ക് ഫിഷിൻ്റെ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കട കണ്ടുപിടിക്കണം. റെസ്റ്റോറൻറ്റ് വല്ലതും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ.
വേറെ ഒന്നും ഇല്ലെന്നൊക്കെയാ പറഞ്ഞ് കേട്ടത്. നോക്കാം. ഒരു ഷോപ്പിൽ കയറി ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് വരാം. പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ്. ബൈ ദ വേ ഫുഡ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പാലാടി റെസ്റ്റോറൻ്റ് തന്നെ. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഇത് കണ്ടോ എന്താ ഭംഗി. ഹോം സ്റ്റേയുടെ സ്ഥലമാണ്. അല്ലെങ്കിൽ നമുക്ക് വണ്ടി അകത്തോട്ട് കയറ്റായിരുന്നു. ഇത് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ റോഡിലൂടെ വന്നപ്പോൾ കണ്ടതാണ്. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതാണ്. ഇപ്പം ഹാഫ് ടാങ്ക് ആയിട്ടില്ല, എന്നാലും ഒരു കട്ട കൂടുതൽ കുറഞ്ഞു, 1.5 കട്ട കുറഞ്ഞു. ഇത്തവണ നമുക്ക് നല്ല സ്പോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് കൊള്ളാമില്ല, നല്ല വ്യൂ പോയിന്റ്. പയ്യൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഭംഗി. ഓക്കെ വെച്ചേക്കാം. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഇത് കണ്ട് ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഈ വൃത്തിയായിട്ട ആളുകൾ കുറേ ഊളകൾ വേസ്റ്റ് എറിഞ്ഞ് വൃത്തികേടാക്കുന്നുണ്ട്. നിങ്ങൾ വെള്ളമടിക്ക് വന്നിരുന്നത് വെള്ളമടിച്ചോ കുഴപ്പമില്ല, അതെടുത്തിട്ട് പോകാനുള്ള ഒരു മാന്യത കാണിച്ചൂടെ? എന്ത് നല്ല സ്ഥലമാണ്, എന്താണ് ഗൈസ്, നല്ല ഭംഗിയെ കിടു സ്പോട്ട്. നൈസ് നൈസ് നൈസ്. നമ്മൾ വന്ന വഴി കണ്ടതാ. നമ്മൾ വന്നപ്പോൾ കൂട്ടിന് ആരും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പിള്ളേർ വന്നിരിക്കുന്നു ഗൈസ്. കൂട്ടിന് ഒരു പട്ടി മൂത്രം ഒഴിച്ചെടുത്ത് അടുത്തവന്മാർ മണം പിടിച്ച് വന്നിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമ്പ്. എൻട്രൻസ് ഞാൻ പിന്നെയും മറന്നുപോയി. അത് ഞാൻ ഇറങ്ങുമ്പോൾ നമുക്ക് താഴെ ഒരു ലേക്കോ എന്തോ പോണ്ടൊക്കെ ഉണ്ട്, പ്രൈവറ്റ് പോണ്ടുണ്ട്. അപ്പോൾ അവിടോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ എൻട്രൻസ് കഴിഞ്ഞു, നമ്മുടെ ടെൻറ്റിലോട്ട് പോകുന്ന സ്ഥലം കാണിച്ചു തരാം. നിങ്ങൾക്ക് എൻട്രൻസ് ആയിട്ട് കാണാൻ പറ്റത്തില്ല, കാടായിരിക്കും. ജസ്റ്റ് ആണ്ട് ഇതാണ് നമ്മുടെ 2 വഴിയുണ്ട്. ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് പ്രൈവറ്റ് എന്തായിരുന്നു, ഹണിമൂൺ കോട്ടേജ് അല്ലല്ലോ, കപ്പിൾ ടെൻ്റ് ആണ്. ഇതല്ല, ഇത് ബാത്റൂം. അത് സിംഗിൾ ടെൻ്റ് ആണ്. അവിടെ 11 എണ്ണവും. ഇതിലെ നമ്മൾ പോകുമ്പം അതിൻ്റെ വാഷ്റൂം അവിടെ ആണ്. ഇതിലെ നമ്മൾ പോകുമ്പോൾ ഇതാണ്, ഇത് വാഷ്റൂമാണ്. ഇവിടാണ് ഞാൻ എടുത്തേക്കുന്നത്. രാത്രി എന്ത് രസമാണെന്നൊക്കെയാണ് പറഞ്ഞത്. രാത്രി വിഷ്വൽസ് നമുക്ക് പിന്നെ എടുക്കാം, രാത്രിയോട്ടെ. പിന്നെ ഇതാണ് നമ്മുടെ കപ്പിൾ ടെൻറ്റിലേക്കുള്ള എൻട്രിയാണ് ഗൈസ്. കാടിനടയിലൂടെ പോണം. സ്റ്റെപ്പ് കുറെ പണിയെടുത്തിട്ട് ചെയ്യാൻ കുറച്ച് പോകണമെന്ന് തോന്നുന്നു. അത് പുള്ളി ഒരാളുണ്ട്, നാളെ റെഡിയാക്കിയിട്ടേക്കാന്നാണ് പറഞ്ഞത്. ഐ തിങ്ക് ഇതാണ് നമ്മുടെ നമുക്ക് തോന്നുന്നത്. ഇതാണ്, യെസ്, ഇതാണ് സംഭവം. ഇതിൻ്റെ വ്യൂ ആണിത്. വേറെ ഒരെണ്ണം അത്. ഇനിയും ഞാനൊന്ന് ഓപ്പണാക്കി നോക്കാം. ഇത് ഓപ്പണിങ് ഇങ്ങനല്ലേ. രാത്രി വല്ല പുലി വന്നാൽ കഴിഞ്ഞു, കൂട്ട് കഴിഞ്ഞു. ഇതാണ് ഗൈസ്. ഇനി ഇവിടെയും ഒരു സിബുണ്ടോ? ഇതുള്ള ഇതിങ്ങനല്ലേ ടെൻറ്റിൻ്റെ പരിപാടി. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ടെൻറ്റിൽ ഫസ്റ്റ് ടൈമാണ്. ഇവിടെ യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ ടെൻറ്റ്. അതിനൊരു ലുക്ക് കൊടുക്കാനായിരിക്കും ഇങ്ങനെ ഒരു കവറിങ് ഒക്കെ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് മതി. താഴോട്ട് പോയാൽ രാവിലെ കാണത്തില്ല വ്ളോഗ്. പിന്നെ ഇതാണ് ഇതിൻ്റെ വ്യൂ. അവിടെയൊക്കെ കപ്പിൾസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അതേതോ ഒരു റിസോർട്ട് നോക്കാം. ഓക്കെ. പിന്നെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ
ഇത്രയും കാടിനകത്ത് ഞാൻ മാത്രം. അതാണ് ഹൈലൈറ്റ്. അതായത് ഇന്നിവിടെ ബുക്കിങ്സ് ഇല്ല. അപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു നിൽക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നോക്കാം. അപ്പോൾ അവർ പറഞ്ഞു ഒറ്റയ്ക്കായിരിക്കും, വേറെ ആളുകൾ കാണത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഭയങ്കര ധൈര്യമുള്ള മനുഷ്യന്മാരല്ലേ, എന്ത് പേടിക്കാൻ. പുലി ഞാൻ ചോദിച്ചു അല്ല അങ്ങനെ മൃഗങ്ങളുള്ളതാണോ എന്ന്. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല, ഇവിടെ വന്ന് നിൽക്കാറുള്ള ക്യാമ്പ് ചെയ്യുന്ന ആളുകളൊക്കെ വന്ന് ക്യാമ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം നോ ഇഷ്യൂസ്, ഒന്ന് നിന്ന് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇന്നും നാളെയും എൻ്റെ വീട് ഇതാണ്. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് താഴെ പോയിട്ട് അവിടെ ഒരു പോണ്ടോ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു പുള്ളി. അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് കുളിക്കാൻ പറ്റുവാണെങ്കിൽ കുളിച്ചിട്ട് വരാം. പ്രൈവസി അല്ലേ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇവിടെ ആരുമില്ല. ഓക്കെ, നോക്കാം. ഞാൻ വന്ന് കിടന്ന് നന്നായിട്ട് ഉറങ്ങിയിട്ട് ഇപ്പം എഴുന്നേറ്റുള്ളൂ. എഴുന്നേറ്റപ്പോൾ ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യനില്ല, ആസ് യൂഷ്വൽ ആരുമില്ല. അപ്പം ഞാനിവിടെ വന്നിങ്ങനെ കുറച്ച് നേരം ഫോൺ ചാർജ് ചെയ്യണമായിരുന്നു, ചാർജ് ചെയ്തു. എന്നിട്ട് ഇവിടെ ചെസ്സും മറ്റേ ക്യാരംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ചുമ്മാ ഒറ്റയ്ക്ക് ഒന്ന് കളിച്ചു നോക്കി. എന്നിട്ടുണ്ട് ഈ ഊഞ്ഞാൽ, ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ. നല്ലൊരു വ്യൂ ഉള്ള ഒരു കാണാൻ പറ്റുന്ന ഒരു ഊഞ്ഞാലാണ്. നമുക്കൊന്ന് ആടി നോക്കാം. അപ്പം ഇതേലിരുന്ന് ഇങ്ങനെ ആടുകയായിരുന്നു. അപ്പം നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതുള്ളല്ലേ, ഫുൾ വ്യൂ കാണാൻ പറ്റുന്ന ഒരു ഊഞ്ഞാൽ. ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്ന നല്ല പൊക്കത്തിലാട്ടെ, കുഴപ്പമില്ല. നമുക്കിനി വെള്ളച്ചാട്ടം കാണാൻ പോവാം. വെള്ളച്ചാട്ടം അല്ല, എന്തോ ഇവരുടെ പ്രൈവറ്റായിട്ട് ഇവർക്കൊരു പോണ്ടുണ്ടെന്ന് പറയുന്നതായിട്ട്. അതൊന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ അകം. ഇത് നിങ്ങളെ കാണിച്ചില്ലല്ലേ, ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ. ഞാൻ ബൈക്ക് കണ്ടി ഇവിടെ വെച്ച്. ഇതാണ് എൻട്രൻസ്. അതുകൊണ്ട് അവിടെ നിന്ന് വേണം വരാൻ. ഓടിപ്പോ. ചാക്ക് വെച്ചിട്ടാണ് ഇവര് സെറ്റ് ചെയ്തേക്കുന്നത്. സൗണ്ട് കേൾക്കുന്നില്ലേ? വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് ആ ആൻറ്റി ഉണ്ടല്ലോ, ആ ആൻറ്റി ഇവിടെ നിന്ന് അങ്ങ് തൂത്ത് പോയത്. എവിടെയോ ഒരു പ്രൈവറ്റ് ആയിട്ടുണ്ടെന്നാ പറഞ്ഞത്, വഴി എനിക്കറിയില്ല. ഇത് തന്നെ സാധനം. പക്ഷെ വഴി നോക്കട്ടെ, നമുക്ക് വഴി നോക്കാം. നമ്മൾ വഴി കണ്ടുപിടിച്ചിരിക്കുന്നു. ഇത് ഏലം തോട്ടം കേട്ടോ, ഏലം തോട്ടം. നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് വരുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇറങ്ങരുത്. സിഗ്നേച്ചറിൻ്റെ കുപ്പിയല്ലേ കിടക്കണം. ബൈ ദ വേ, ഒറ്റയ്ക്ക് വരുമ്പം നമ്മൾ ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കരുത്. എങ്ങും ഇറങ്ങാനൊന്നും നിൽക്കില്ല, എല്ലാം കാണുകയേ ചെയ്യാവുള്ളൂ. ഒരു പരിപാടിയും ഇറങ്ങാൻ നിൽക്കരുത്. കാരണം നമ്മൾ ഒറ്റയ്ക്കാണ്, പെട്ടുപോകും. അപ്പം ഇതാണ് ഒരു പറഞ്ഞ സാധനം. കുഴപ്പമില്ല അല്ലേ, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങാൻ രസമാണ്, അല്ലെങ്കിൽ ഇറങ്ങുന്ന റിസ്ക്കാണ്. ഇവിടെ ഇറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല, പ്രൈവറ്റാണ്. പക്ഷെ എന്നാലും ഞാൻ ഇറങ്ങുന്നൊന്നുമില്ല, ജസ്റ്റ് കാണാം. ഇതാണ് ആ നാച്ചുറൽ വാട്ടർഫാൾ. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഗൈസ്, ഇതാണ് നമ്മുടെ എൻട്രൻസ്. നല്ല മഴ കണ്ടല്ലേ, ലൈറ്റ് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാട്ടോ ഇവിടെ. പൊളി. പുറത്തെ ആളുകളുടെ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഞാൻ ആ ഒരു മൂഡിൽ വന്ന് എടുത്തതാണ്. പക്ഷെ കൊള്ളാം, എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒരു വല്ലാത്തൊരു ഭയങ്കര രസമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന യൂഷ്വലി നമ്മളൊരു നോർമൽ ഒരു റിസോർട്ട് എടുക്കുന്ന ആംബിയൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വൈബേ അല്ല, ഒട്ടും അങ്ങനത്തെ ഒരു വൈബുമായിട്ടൊരു മാച്ചും ഇല്ല. ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. രാവിലെ അറിയാം ഇനിയും ഇഷ്യൂസ് ഒന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു, അവൻ ഇടുക്കിക്കാരനാണ്. അപ്പോൾ ഇടുക്കിയിലുള്ള ഫ്രണ്ടിനെ വിളിച്ചിട്ട് എന്തെങ്കിലും സീൻ കാണുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും വരുത്തൊന്നുമില്ല. പിന്നെ നമുക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ലായിരിക്കും, കാരണം ഇങ്ങനെ സൗണ്ട് കേട്ടില്ലേ, ഈ സൗണ്ട് കാരണം ചിലപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ മരത്തിൻ്റെ കമ്പോ ഇങ്ങനെയൊക്കെ വീണ് കഴിഞ്ഞാൽ, പിന്നെ ഇതിൻ്റെ മുകളിലാണ് വീഴുന്നത്, അല്ലാതെ ഇതിൻ്റെ മുകളിലല്ല,
അപ്പം കുറച്ചുകൂടെ പ്രശ്നം കാണത്തില്ല. എന്നാലും കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഈ ഒരു എനിക്ക് തോന്നുന്നൊരു 10-15 ഏക്കറുമാണ്. അതിനകത്ത് ഒറ്റയ്ക്കാണ് താമസിക്കാൻ പോകുന്നത്. അപ്പം അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അത് അങ്ങനെ കിട്ടിക്കോളണമെന്നില്ല. കാരണം ഇന്ന് ഗസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ഒറ്റയ്ക്ക്. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആളുകളാണ്. അപ്പം അത് ട്രൈ ചെയ്യാന്ന് പറയുന്നത് ലൈഫിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ടെൻറ്റ് ലൈഫിലേക്ക് ബുക്ക് ചെയ്തോളൂ, വന്ന് എക്സ്പീരിയൻസ് ചെയ്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും ടെൻറ്റ് ബുക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തോളൂ. നമുക്കൊരു കൊട കിട്ടി. കൊട പുള്ളി അവിടെ തന്നു. പക്ഷെ ഇതിൽ കൂടെ കൊട കൊണ്ടുപോകാൻ ടാസ്ക് ആണല്ലോ. നമ്മൾ കൊണ്ടുപോകും. അപ്പം ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങാം, ഒന്നും സംഭവിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങാം. പിന്നെ ഞാനേ മുമ്പേ ഞാൻ ഫുഡ് കഴിച്ച കാര്യം പറഞ്ഞില്ലല്ലേ. ഞാൻ ഇവിടുന്ന് കപ്പ ബിരിയാണി മേടിച്ചായിരുന്നു. അതാണ് ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മേടിക്കുമല്ല, നമ്മൾ മാഗി എന്തെങ്കിലും കഴിക്കും. പക്ഷെ അത് പോകുന്ന വഴി മാഗി അങ്ങനത്തെ സാധനമൊന്നുമില്ല. പിന്നെ പോകണം, നമ്മൾ വാഗമൺ ടൗണിലോട്ട് പോകുന്ന ടൈമിൽ ഉള്ളൂ. അപ്പം മഴയാവുകൊണ്ട് ഞാൻ അങ്ങനെ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ രാത്രിയാവും. അപ്പം ഈ കോടയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പാടായിരിക്കും. പകരം ഞാൻ ഫുഡ് മേടിച്ച് ഇപ്പോൾ കഴിച്ചു. ഇനിയൊന്ന് നമുക്ക് കിടക്കാം. സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു. ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ നല്ല പ്രേതം മൂടില്ലേ. പ്രേതങ്ങൾ ഉണ്ടെങ്കിൽ സഹകരിക്കുക, ഒന്നും ചെയ്യരുത്. ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ്. നല്ല മൂഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രേതമൊന്നുമില്ല, നമ്മൾ മൃഗങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് സൂപ്പറാണ്. കാരണം വേറെ പ്രശ്നമൊന്നുമില്ല. ഇതേ ഉള്ളൂ, ഈ ആനിമൽസിൻ്റെ ഒരു ഇഷ്യൂസ് വല്ലതും വന്നാലേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഇഷ്യൂസൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇതേ ഉള്ളൂ. അപ്പം എന്തായാലും ഞാനിപ്പോൾ കിടക്കാം. ബാഗും ഹെൽമെറ്റും 2 ബോട്ടിൽ വെള്ളവും ഇതാണ് എൻ്റെ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇന്ന് തീർക്കും ഞാൻ. ഓക്കെ, ഇനി എന്താണ്ട് ഇതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിടപ്പ് മുറി സെറ്റ്. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ നമ്മുടെ ഉറക്കം കഴിഞ്ഞു. രാവിലെ എങ്ങും പോകാൻ പറ്റിയില്ല, നന്നായിട്ട് ഉറങ്ങി. മാൻ, മഞ്ഞ് ഗൈസ്. ഓ ഫുള്ള് കോട പോകുന്നുണ്ടോ, കോട മഞ്ഞ്. രാവിലെ ഇവിടെ ഫുള്ള് കോടയായിരുന്നു, ഇപ്പൊ കുറഞ്ഞു. നമ്മളിനി കുട്ടിക്കാനം റൂട്ടാണ് പോകുന്നത്. കുട്ടിക്കാനം. അപ്പോൾ ഇവിടെ ഒരു പാലമുണ്ട്, ഉപ്പുതറ എന്ന് പറയും. ആ പാലത്തിൻ്റെ അവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. ഇതിലും സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ്. അപ്പോൾ ഇനിയും കുട്ടിക്കാനം റൂട്ട് പിടിക്കാം. ഭംഗിയുള്ള റൂട്ട്. കുട്ടിക്കാനം സ്റ്റാർട്ടായിട്ട് പോലും ഇല്ല, പക്ഷെ ഭയങ്കര ഭംഗിയുള്ള റൂട്ടിൽ നമുക്ക് കിട്ടി. രാവിലെ പണിയെടുക്കുന്ന ആളുകൾ പണിയെടുക്കാതെ നമ്മൾ കറങ്ങി നടക്കുന്നു. റെയിൻകോട്ടോ ഞാനൊന്ന് ഊരിയത്, അപ്പോഴത്തേനും പിന്നെ മഴ വന്നു. പക്ഷെ മഴ നിൽക്കാൻ ഒരിക്കലും, ബൈക്കേ വരുമ്പോൾ നമുക്ക് മഴ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ മഴ നിൽക്കാൻ ഒരിക്കലും പറയത്തില്ല. കാരണം മഴയത്ത് വരുന്നതിൻ്റെ ബ്യൂട്ടി എന്ത് ഭംഗിയാണ്. കിടിലൻ വ്യൂവും. മെയിനായിട്ട് പറയേണ്ടത് റോഡ് കേട്ടോ, കിടിലൻ റോഡ്. ഓഫ് റോഡ് ഒന്നും പ്രതീക്ഷിച്ച് അകത്തോട്ടൊക്കെ കയറിയാലേ ഉള്ളൂ. ഓരോ ടീ പ്ലാന്റേഷൻ്റെ അകത്തൊക്കെ ഓഫ് റോഡ് ഉണ്ട്, പക്ഷെ നമ്മൾ ഒറ്റയ്ക്കായിട്ട് പോകുന്നില്ല. പക്ഷെ ഈ റോഡുകൾ കിടിലനായിട്ട് പണിഞ്ഞിട്ടേക്കോ. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല കേട്ടോ. സ്റ്റാർട്ടിങ് വാഗമൺ തൊട്ട്, അല്ലെങ്കിൽ അതിന് മുമ്പേ പാലാ കോട്ടയം തൊട്ട് കിടിലൻ റോഡാണ്, ഒന്നും പറയാമല്ലോ. നമുക്ക് കുറച്ച് ഓഫ് റോഡ് പോകാം ഗൈസ്.
കാർ ഇറങ്ങി വരുന്നുണ്ടോ? കിടിലൻ സ്പോട്ടിൽ എത്തിയിരിക്കുന്നു നമ്മൾ. എനിക്കൊന്ന് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ പ്രശ്നമാകുമോ എന്ന് എനിക്കറിയില്ല. കണ്ടോ ഒരു അമ്പലം, കൊള്ളാണ്ട്, ഭയങ്കര വൈബ്. എനിക്ക് ഈ സമയത്ത് ആള് ഇല്ലാത്തതിൻ്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു താറ് അവർ കപ്പിൾസ് അങ്ങോട്ട് പോയി തിരിച്ചു പോയത്. അപ്പോൾ ഇവിടെ എന്തോ റിസോർട്ട് കാണും അവിടെ, അവരുടെ ആയിരിക്കും, പ്ലാന്റേഷൻ, ടീ പ്ലാന്റേഷൻ്റെ ആയിരിക്കും. അങ്ങോട്ട് എന്തുവാ അവിടെ റിസോർട്ടാണോ? ഇവിടോ കുറേ പോകണം? ബൈക്കാ പോകാൻ പറ്റുമോ? ആ ഓക്കെ, പിന്നെ പോയി നോക്കാം. ഇതായിരുന്നു ഇത് ബംഗ്ലാവ്. പക്ഷെ ഇവിടെ എൻട്രി ഇല്ല ഗൈസ്. നമ്മളവിടെ ചെന്നു, പക്ഷെ അവിടെ എൻട്രി ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അകത്തോട്ട് കയറുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്തു. അത് അവർ പറയുന്നതിന് മുമ്പ് എടുത്തതാണ്. അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഒന്നും, നോ എൻട്രി ബോർഡോ ഗേറ്റോ അടച്ചിട്ടില്ല, എല്ലാം ഓപ്പൺ ആക്കിയിട്ടേക്കുക. പിന്നെ ചോദിച്ചവരും ഒന്നും പറഞ്ഞില്ല, എൻട്രി ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ്, തിരിച്ച് പോകാമെന്ന് വെച്ചു. ഫൈൻ. ഓഫ് റോഡിൻ്റെ ഗുണമാണ് ഗൈസ്. നല്ലൊരു ഓഫ് റോഡായിരുന്നു കേട്ടോ. ഞാൻ പോയത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. പാലാ കോട്ടയം വഴി വീട്ടിലേക്ക് പോകും. അതിന് മുമ്പ് ഫുഡ് ഇമ്പോർട്ടൻറ്റ്, ഫുഡ് കഴിക്കണം. ഗൈസ്, വി ആർ അറ്റ് ദ ഫേമസ് വളഞ്ഞെങ്ങാനം വാട്ടർഫോൾ. നമ്മൾ വഴിയോരം എന്ന് പറഞ്ഞൊരു കടയിൽ കയറി, റെസ്റ്റോറൻറ്റിൽ. ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്ക് ടു ഹോം. ഓക്കെ ഗൈസ്, ഇതാണ്, ഇത് കേരള ടൂറിസത്തിൻ്റെ റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്. ഞാൻ കഴിച്ചിട്ട് വരാം. ബിരിയാണി നല്ലതായിരുന്നു, ക്വാണ്ടിറ്റി കൂടിപ്പോയി. റൈസിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര ക്വാണ്ടിറ്റി. നമ്മൾ വരുന്ന ഒരു ചെയിൻ ഭയങ്കര ലൂസ് സൗണ്ട് അടിക്കാൻ തുടങ്ങി. കണ്ടില്ല, ഒന്ന് ലൂബ് ചെയ്ത് ടൈറ്റ് ചെയ്യാൻ വെച്ചു. ഹേ ഗൈസ്, ഞാൻ ട്രിപ്പ് എൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര മഴയത്താണ് കയറി വന്നത്. അപ്പോൾ അതുകൊണ്ട് എൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും സൂപ്പർ ട്രിപ്പായിരുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ആൻഡ് ഇതൊരു കിടിലൻ ട്രാവൽ വ്ളോഗായിട്ടൊന്നും ആരും കാണരുത്. ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ ഒരു ട്രാവൽ, ഒരു ബിഗിനർ ട്രാവൽ ചെയ്യുന്ന രീതിയിലൊക്കെ കണ്ടാൽ മതി. ആൻഡ് ബൈ ഫോർ നൗ, ഇറ്റ്സ് മീ അബി. ബൈ.